എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവിക പ്ലസ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2021 നവംബർ 14 നടന്ന CSEB ക്ലർക്ക് എക്സാമിന്റെ ഇംഗ്ലീഷ് ഭാഗമാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളിൽ ഒരുപാട് പേര് പരീക്ഷ കഴിഞ്ഞപ്പോൾ നല്ല കോൺഫിഡൻസിലായിരുന്നു. കാരണം സബ്ജക്ട് പാർട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം നല്ല സിമ്പിൾ ആയിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ധാരാളം പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ വന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു ഭാഗമായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു മനസ്സിലൊരു പ്രതീക്ഷയായിരുന്നു, പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ സബ്ജക്റ്റിൽ 45, സബ്ജക്റ്റിൽ 48, സബ്ജക്റ്റിൽ 50 വരെ കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ആൻസർ കീ വരുന്നതോടുകൂടി അവരെല്ലാവരുടെയും ടോട്ടൽ ചോദിക്കുമ്പോൾ 58ലോട്ടും 59ലോട്ടും അവർ ചുരുങ്ങി. പറയുന്ന കാരണം ഇംഗ്ലീഷിലും GKയിലും തീരെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജൂലൈയിൽ നടന്ന എക്സാമിലോ? ജൂലൈയിൽ നടന്ന എക്സാമിൽ മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയിലെ എക്സാമിലോ? ഫെബ്രുവരിയിലെ എക്സാമിൽ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും നല്ല ടഫായിരുന്നു. ഇങ്ങനെ പറയാനാണെങ്കിൽ ഓരോ എക്സാമിലും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. ഇനി ഫെബ്രുവരിയിലോ മാർച്ചിലോ വരാൻ പോകുന്ന എക്സാമിൽ അവിടെയും നിങ്ങളുടെ മുന്നിൽ ഒരു കാരണം ഉണ്ടാവും. ഒന്നുകിൽ അത് സബ്ജക്ട് ടഫ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷോ മാത്സോ GKയോ ഏതെങ്കിലും ഒന്ന് ടഫ് ആയതുകൊണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ഭാഗത്തും നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ മാത്രമാണ് നമ്മൾ ജോലി കിട്ടുകയും നമ്മൾ ക്ലർക്കായി മാറുകയും ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നത്. സബ്ജക്റ്റില് എപ്പോഴും ഒരു 40ന്റെയും 45ന്റെയും ഇടയിൽ സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് അതിന് കഴിയും. കാരണം നിങ്ങൾ പ്ലസ് ടുവിലും നിങ്ങൾ ഡിഗ്രിക്കും അല്ലെങ്കിൽ HDCക്കും ഒക്കെ പഠിച്ച അതേ വിഷയങ്ങളല്ലേ വീണ്ടും വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ 40ന്റെയും 45ന്റെയും ഇടയിൽ, ശരിക്കും പറഞ്ഞാൽ 45ന്റെ മുകളിൽ വന്നു, പക്ഷെ എങ്കിലും ഏതൊരു വിദ്യാർത്ഥിയും 48 to 45 സബ്ജക്റ്റിൽ വന്നു. ഇംഗ്ലീഷ് മാത്സ് GKയില് ആവറേജ് ഒരു 24 മാർക്ക് വാങ്ങാറാവണം നിങ്ങൾ. അതായത് എല്ലാ പാർട്ടിലും 8 മാർക്ക്. 8 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, GKയില് 8 മാർക്ക് സ്വന്തമാക്കുക എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. കാരണം ഇത്തവണത്തെ GK ഒരു PSC LD ക്ലർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ട് ഇതായിരുന്നു ഞങ്ങളോട് ചോദിച്ച GK, ഇത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും, ഇത്ര ചോദിച്ചിട്ടാണോ നിങ്ങൾ എന്ത് ചെയ്ത് ടഫാണെന്ന് പറയുന്നത്. കാരണം ഒരു PSC എക്സാമിന് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു GK ഉള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റിന് ആ GK വളരെ നോർമൽ ആയിട്ടുള്ള GK ആയിരുന്നു. പക്ഷെ നമ്മളെ പോലെ CSEBക്ക് വേണ്ടിയിട്ട് സബ്ജക്ട് വേറെയും GK ഒരു 10 മാർക്കിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ 20 ക്വസ്റ്റിന് വേണ്ടി GK പഠിക്കുന്ന നമുക്ക് ആ GK ക്വസ്റ്റ്യൻസ് ടഫ് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇത് മുൻകൂട്ടി കാണണം. GKയിൽ നമുക്ക് 8 വാങ്ങാൻ കഴിയുന്നില്ല, 6 ഉള്ളൂ എങ്കിൽ നമ്മൾ മാത്സിൽ 8ന് പകരം 10 വാങ്ങിയത് കോമ്പൻസേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ 8ന് പകരം 10 വാങ്ങാൻ കഴിയുന്നവരാവണം. അതായത് 3 ഭാഗത്തുനിന്നും കൂടെ നമ്മൾ ടോട്ടൽ എത്ര മാർക്ക് വാങ്ങണം? ഒരു 24, 25 മാർക്ക് വാങ്ങണം. സബ്ജക്റ്റിന്റെ ഭാഗത്തും ഞാൻ ഈ പറയുന്ന ഒരു ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച പോസ്റ്റിൽ ഒരു ബാങ്കിൽ ജോലി കിട്ടണമെങ്കിൽ എല്ലാ ഭാഗത്തും നമ്മൾ മിടുക്കരാവണം. സബ്ജക്റ്റ് അറിയാം, ഇംഗ്ലീഷ് അറിയില്ല, ഒരു രക്ഷയില്ല. സബ്ജക്റ്റ് അറിയാം, മാത്സ് എനിക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല, രക്ഷയില്ല. സബ്ജക്റ്റും ഇംഗ്ലീഷും മാത്സും അറിയാം, GK എനിക്ക് ഒന്നും അറിയില്ല, അവിടെയും രക്ഷപ്പെടാൻ പ്രയാസമാണ്. കാരണം ഒരു പാർട്ട് നിങ്ങൾ ഒഴിവാകുമ്പോൾ നിങ്ങൾ മനസ്സിലാവേണ്ടത്, നിങ്ങൾ ആ 80 എന്ന ടോട്ടൽ സ്കോർ 70ലാണ് പിന്നെ മത്സരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്നിനൊന്നിന് മികച്ചതാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാനും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കാനും കഴിയുള്ളൂ. ശരിയായിരിക്കാം, ഇംഗ്ലീഷ് നമ്മൾ പതിവ് പാറ്റേണിൽ നിന്ന് മാറിയിട്ട് കുറച്ച് നല്ല ചോദ്യങ്ങൾ ഉൾപ്പെട്ടു. പക്ഷെ ഒന്നും തന്നെ ഉന്നത നിലവാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഇതായിരുന്നു. കാരണം കോൺകോഡൊക്കെ കൃത്യമായിട്ട് ആ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 6 to 7 മാർക്ക് വാങ്ങി എടുക്കാമായിരുന്നു. പക്ഷെ നമ്മളെ എന്തായിരുന്നു, നമ്മൾ പതിവ് പോലെ പ്രതീക്ഷിച്ചു പോയ ടെൻസ് അവിടെ കണ്ടില്ല, അല്ലെങ്കിൽ ആന്റോണിൻ കാണാനില്ല, സിനോണിം കാണാനില്ല, വൊക്കാബുലറി പാർട്ട് കാണാനില്ല. നമ്മൾ ആകെ തളർന്നു, തകർന്നു. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഡാഷ് പ്രസന്റ്. എത്രയോ തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഈച്ചോ എവ്രിയോ വെച്ച് 2 വ്യത്യസ്ത സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആൻഡ് വെച്ച് അവയെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഇതിന്റെ ഓപ്ഷനിലോട്ട് നോക്കൂ, 3 വെർബും പ്ലൂറൽ ആണ് തന്നിരിക്കുന്നത്. ഒരേ ഒരു വെർബല്ലേ അവിടെ സിംഗുലർ തന്നിട്ടുള്ളൂ, അതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അതായത് ഈച്ചോ എവ്രിയോ വെച്ച് 2 സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചാൽ അതിനുശേഷം വരുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ വാസ് പ്രസന്റ്. ഇവിടെ ഈസ് ഒരിക്കലും തരില്ല, കാരണം 2 സിംഗുലർ വരില്ലേ. അപ്പൊ
വാസ് പ്രസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദിസ് പെൻ ഈസ്, ഇവിടെയൊക്കെയാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എവിടെയൊക്കെയോ പഠിച്ച ചില മിസ്റ്റേക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അരമാർക്ക്, ഓരോ അരമാർക്കിനും എന്തുണ്ട്, അതിൻ്റെതായ വ്യക്തിയുണ്ടല്ലേ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലെറ്റർ റൈറ്റിംഗ് ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമുക്കറിയാം ആസ് ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് ഹെഡ് അല്ലെ, ഇത് ഒരേപോലെ തന്നെ എഴുതുന്ന ഒരു ലെറ്റർ ഒക്കെ എഴുതാൻ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യുക. ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണെങ്കിൽ നമ്മളോട് പറയും ഇത് ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എഴുതണം, ലീവ് ലെറ്റർ എന്ന്. അവിടെയും അല്ലെങ്കിൽ മറ്റു ലെറ്റർ എഴുതുമ്പോഴും നമ്മളോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നോ എഴുതുമ്പോൾ യുവർ കഴിഞ്ഞിട്ട് മുകളിൽ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് എഴുതാൻ പറയും. ഇത് നമ്മൾ കുഞ്ഞിലേ നമ്മുടെ ബ്രെയിനിൽ കയറി കൂടിയ ഒരു സാധനമാണ്. ഈ യുവർ എഴുതിയിട്ട് മുകളിൽ ഒരു കോമ ഇടാൻ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്പോസ്ട്രോഫി ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ടെൻഷനാണ്. പക്ഷെ ഇത്തവണ ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഇടാൻ പാടില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും നമുക്കറിയാം, നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ ലെറ്റർ എഴുതേണ്ടി വരും. ഒഫീഷ്യലി ഒക്കെ നമ്മൾ ഒരുപാട് ലെറ്ററുകളൊക്കെ എഴുതേണ്ടി വരും. നമ്മൾ വലിയ ജോലി കിട്ടി വലിയ ആളുകളാകുമ്പോൾ ഓക്കെ. അപ്പൊ നമ്മൾ എഴുതണം യുവേഴ്സ് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കോമ ഇടാമോ എന്ന് വിചാരിക്കുക വേണ്ട. 2021 നവംബർ 14 എന്റെ അരമാർക്ക് കളഞ്ഞ ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഞാൻ ജീവിതത്തിൽ ഇത് മറക്കൂല. ഇങ്ങനെ എഴുതിയാൽ മതി യുവേഴ്സ്. ഓക്കെ, ഒരു കാരണവശാലും ഇങ്ങനെ എഴുതരുത്, ഇത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അപ്പൊ യുവേഴ്സ്. അപ്പൊ എന്താ പറയുന്നത്, ദിസ് പെൻ ഈസ് യുവേഴ്സ്, ഇത് നിങ്ങളുടെ പേനയാണ്. നോക്കൂ, യുവേഴ്സ് ഈസ് എ പൊസസീവ് പ്രോനൗൺ ദാറ്റ് ക്യാൻ ഷോ ഓണർഷിപ്പ് ഓഫ് സംതിങ്. ഇത് നിങ്ങളുടേതാണ് എന്നുള്ള ഒരു ഓണർഷിപ്പ് കാണിക്കുന്ന ഒരു പൊസസീവ് പ്രോനൗൺ ആണ് യുവേഴ്സ്. യുവേഴ്സ് വെറുതെ എഴുതിയാൽ മതി, അവിടെ കോമയുടെ ഒന്നും ആവശ്യമില്ല. അടുത്ത നോക്കൂ, which of the following pair of words is incorrect? സിംഗുലർ പ്ലൂറൽ നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഏകവചനം ബഹുവചനം പഠിച്ചാണല്ലേ, ബോയ് ബോയ്സ് ഗേൾസ്. നമ്മൾ സാധാരണയായിട്ട് എങ്ങനെ പഠിക്കാം, ഒന്നിന്റെ അറ്റത്ത് എസ് അല്ലെങ്കിൽ ഇ എസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്ലൂറൽ കിട്ടും. ബോയിന്റെ അറ്റത്ത് എസ് ഇട്ട് ബോയ്സ് ആവുന്നു, സിറ്റിയുടെ അറ്റത്ത് വൈ മാറ്റി IES ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സിറ്റീസ് എന്ന് എഴുതുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓറഞ്ച് എസ് ഇട്ടിട്ട് ഓറഞ്ചസ് ആക്കുന്നു, ആപ്പിൾ ആപ്പിൾസ് ആക്കുന്നു, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലൂറലും സിംഗുലറും എഴുതാൻ പഠിച്ചു. പക്ഷെ ഈ കോമൺ ആയിട്ടുള്ളത് ഒരിക്കലും മത്സര പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. അവിടെ കുറച്ച് ഡിഫറെന്റ് ആയ കാര്യങ്ങളാണ് വരാറുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പ്ലൂറലുകൾ പഠിച്ചു വെക്കുക. ലോഫ് ലോഫ്സ് ഇതേപോലെയാണ് കേട്ടോ. ലീഫും ലീവ്സും, നമ്മുടെ ഇലയുടെ ലീഫില്ലേ, ലീവ്സ് എന്ന് വരുമ്പോൾ VES ആവും. കാഫ് കാഫ്സ് ഇതായിരുന്നു തെറ്റ്. ഇത് CALVES ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്. കാഫ് നമ്മുടെ എന്താ പറയുക, പശുവിൻ്റെയൊക്കെ കുട്ടിക്ക്, നമ്മൾ എലിഫന്റിന്റെയൊക്കെ കുട്ടിക്ക് കാഫ് എന്ന് പറയാറില്ലേ, കാഫ്സ് എന്നാണ്, VES വരണം. നൈഫ് നൈഫ്സ് ആണ്. ഇതേപോലെയാണോ വൈഫിന്റെയും വൈഫ്സ് എന്ന് എഴുതുമ്പോ, വൈഫ്സ് എന്ന് പറയുമെങ്കിലും WIFES എഴുതരുത്, WIVES ആണ് വൈഫ്സ്. ഓക്കെ, നോക്കൂ, നൈഫ് നൈഫ്സ്. ചീഫ് ചീഫ്സ്, ചീഫിന് അറ്റത്ത് എസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ലോഫ് ലോഫ്സ് പോലെ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. കാഫിന്റെ ഒറിജിനൽ പ്ലൂറൽ എന്തായിരുന്നു, കാഫ്സ് എന്തായിരുന്നു, അത് നമ്മൾ അതായിരുന്നു അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. വൈഫ് വൈഫ്സ്, ഹാഫ് ഹാഫ്സ്, ലീഫ് ലീഫ്സ്, സിറ്റീസ് സിറ്റീസ്, കോപ്പി കോപ്പീസ്. കാരണം ഇവിടെയൊക്കെ വൈ മാറിയിട്ട് IES ചേർക്കുന്നു. ഗൂസ് ഗീസ് നമ്മളോട് മുൻപ് ചോദിക്കും, അല്ലെങ്കിൽ PSC എഴുതിയവർക്ക് അറിയാൻ പറ്റും, അത് ചോദിച്ചിട്ടാണ്. ഗൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാനുമില്ല, അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഗീസ് എന്നാണ് പറയുക, കളക്റ്റീവ് ആയിട്ട് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ. ഫോക്കസ്, അതേപോലെ ടൂത്ത് ടീത്ത്. ടൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പല്ലിനാണ് ടൂത്ത്. നമ്മൾ ടൂത്ത് പിക്ക് എടുക്കാറില്ല. പക്ഷെ ഷോ മീ യുവർ ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലുകൾ കാണിക്കും, ടീത്ത് ആണ്. ടീത്ത്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ടീത്ത് തന്നെ പ്ലൂറലാണ്. കരിക്കുലം, കരിക്കുലം ഒക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മൗസ് മൈസ്. ഡാറ്റം ഡാറ്റ, നമ്മൾ ഡാറ്റാസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ആണ്. ഡാറ്റയുടെ സിംഗുലർ ആണ് എന്ത്, ഡാറ്റ. ലാർവ ലാർവേ. ചൈൽഡ് ചിൽഡ്രൻ, നമ്മൾ ഒരുപാട് പേര് അല്ലെങ്കിൽ CSEB പഠിക്കുന്നവര് തെറ്റിച്ചുപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ചിൽഡ്രൻ. ഓക്കെ, ചൈൽഡ് ആണ് സിംഗുലർ, ചിൽഡ്രൻ എപ്പോഴും പ്ലൂറൽ ആണ്. പിന്നെ നമ്മൾ ചിൽഡ്രൻസ് എന്ന് വേണ്ട. ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ് നമ്മളോട് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ്, അല്ലെങ്കിൽ ചിൽഡ്രൻ സാധാരണ അഫ്രൈഡ് കഴിഞ്ഞിട്ടുള്ളതാണ് തരിക. ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ് ആണ്. അഫ്രൈഡ് കഴിഞ്ഞാൽ ഓഫ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഫ്രൈഡ് ഓഫ് ആണ്. ചിൽഡ്രൻ കഴിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ആർ വന്നത്, ചിൽഡ്രൻ പ്ലൂറൽ ആണോ, ചൈൽഡ് ആണോ സിംഗുലർ. ഓക്കെ, ചിൽഡ്രൻ എന്താണ്, പ്ലൂറൽ ആണ്, ചൈൽഡ് സിംഗുലർ ആണ്. അപ്പൊ നിങ്ങൾ പറയും ചിൽഡ്രൻസ് എന്ന് കേട്ടിട്ടില്ലേ, ചിൽഡ്രൻസ് പാർക്ക് എന്ന് കേട്ടിട്ടില്ലേ, ഉണ്ട്. അതെന്താണ്, അത് കുട്ടികളുടെ പാർക്ക് എന്ന അർത്ഥത്തിൽ. നോക്കൂ, ചിൽഡ്രൻ
ചിൽഡ്രൻസ്, കുട്ടികളുടെ പാർക്ക്. അതാണ് ചിൽഡ്രൻസ് പാർക്ക്. അവിടെ ഒരിക്കലും എന്തല്ല ചിൽഡ്രൻ എന്ന് എഴുതിയിട്ട് അത് സിംഗുലറും അതിൻ്റെ കൂടെ എസ് ഇട്ട് പ്ലൂറലാക്കിയതല്ല. അത് കുട്ടികളുടെ എന്ന് വരുമ്പോൾ പൊസസീവ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിന്റെ പൊസഷൻ കാണിക്കാൻ വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് ആക്കുന്നതാണ്. ചൈൽഡിന്റെ പ്ലൂറൽ എന്താണ്? ചിൽഡ്രൻ ആണ്. സിംഗുലർ പ്ലൂറലും കൂടി നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടില്ല ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ CSEB പഠിക്കുന്ന കുട്ടി പഠിക്കുന്നതാണ്. യങ് വൺസ്, അതുപോലെ തന്നെ ആനിമൽ സൗണ്ട്സ്, അതുപോലെ തന്നെ ഫെമിനൈൻ ജെൻഡർ, മസ്കുലിൻ ജെൻഡർ, കളക്റ്റീവ് നൗൺസ്. അതിന്റെ കൂടെ നമ്മൾ ഒരാളെയും കൂടി പഠിക്കുക, സിംഗുലർ പ്ലൂറലും കൂടെ പഠിക്കുക. അടുത്തത് there is no. നമ്മുടെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട സാർക്ക് ഈ കോമയോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യനാണ് അദ്ദേഹം അങ്ങനെ തന്നിരിക്കുന്നത്. there is no dash college in this town. ഓക്കെ, ഇവിടെ വനിതകളുടെ കോളേജ് ഇല്ല, ഇവിടെ വിമൻസ് കോളേജ് ഇല്ല. ഇപ്പൊ നമ്മുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ചേർക്കാൻ വേണ്ടി ചോദിക്കണം അവിടെ ഏതാണ് ഏറ്റവും നല്ല വിമൻസ് കോളേജ്, അവിടെ വിമൻസ് കോളേജ് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും പറയുന്നല്ലേ വനിതകളുടെ കോളേജ്. ഈ വനിതകളുടെ സിംഗുലറും പ്ലൂറലും എന്താ? വുമൺ, വിമൻ. വിമൻ എന്നാണെങ്കിലും സ്പെല്ലിംഗ് ഇതറിയാവുന്ന ഒരു കുട്ടി നിങ്ങൾ എന്തിനാണ് ഇവിടെയാണോ കോമ ഇവിടെയാണോ അപ്പോസിറ്റീവ് വരുന്നതെന്ന് ചിന്തിച്ച് സമയം കളഞ്ഞത്? ഇത് നോക്കൂ, ഇത് സിംഗുലർ ആണ്, വുമൻസ്. തെറ്റ്. വുമൺ സിംഗുലർ അല്ലേ, അതിന്റെ കൂടെ എസ് ഇല്ല, പ്ലൂറലിന്റെ കൂടെ വന്നാൽ മതി. കുട്ടികളുടെ പാർക്ക്, വനിതകളുടെ കോളേജ്, അങ്ങനെയല്ലേ വനിതാ കോളേജ്, വനിതകളുടെയാണ് കോളേജ്. ഓക്കെ, അടുത്ത വിമൻസ്, ഇത് സ്പെല്ലിംഗ് തെറ്റാണ്. അടുത്തത് നോക്കൂ, അഗൈൻ സ്പെല്ലിംഗ് തെറ്റ്, അല്ലെങ്കിൽ അത് സിംഗുലറിന്റെ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അവിടെ കിട്ടിയില്ലേ, ഒരേ ഒരു എണ്ണമല്ലേ ഇവിടെ വിമൻ എന്ന് തന്നിട്ടുള്ളൂ. വിമൻസ് കോളേജ്. എത്ര കോളേജുകൾ നമ്മൾ വിമൻസ് കോളേജിന്റെ മുന്നിലാണ് സ്ഥിരമായിട്ട് അവരെ കാണാൻ പറ്റുക എന്നൊക്കെ പറയാറില്ലേ, ഇതായിരുന്നു. നോക്കൂ, ഇവിടെയൊക്കെ നമ്മള് വിമൻ പ്ലൂറലാണ്, അതുകൊണ്ടാണ് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എന്ത് വന്നത്, എസ് വന്ന്. ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്. വിമൻസ് കോളേജ്, വനിതകളുടെ കോളേജ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ ഡി വന്നത്. നല്ലപോലെ ഒന്ന് ചോദ്യത്തിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പിള്ളേരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എവിടെയാണ്? ഇവിടെ വേണോ ഇവിടെ വേണോ ഇവിടെ വേണോ. പക്ഷെ ആരും തന്നെ എന്ത് ചെയ്തില്ല, MAN ആണോ MEN ആണോ എന്നുള്ള കാര്യം ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമാർക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്തിരുന്നു. നോക്കൂ, വിമൻസ് ഡ്രസ്, വനിതകളുടെ സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. വിമൻസ് ഡ്രസ്. ലേഡീസ് ഇത് നമ്മളോട് മുൻപൊരു എക്സാമിന് നമ്മളോട് ഈ ലേഡീസിന്റെ കൂടെ ഈ സ്റ്റോറിലെ ലേഡീസ് സ്റ്റോർ ആണെന്ന് പറയാൻ എങ്ങനെയാണ് എസ് ഇടുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അപ്പോസ്ട്രോഫി ഇടുക എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നോക്കൂ, ഈ ലേഡീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലേഡി എന്ന് പറഞ്ഞാൽ സിംഗുലർ, ലേഡീസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. അപ്പോൾ ഇത് ലേഡിയുടെ ഷോപ്പാണ്, ഈ സ്ത്രീയുടെ ഷോപ്പാണെന്ന് പറയാൻ നമ്മൾ ഈ ലേഡീസ് മതി. ഓക്കെ, നോക്കൂ, ഷോപ്പ് ഓൺഡ് ബൈ എ ലേഡി ആണെങ്കിൽ ലേഡീസ് ഷോപ്പ്, ആ സ്ത്രീയുടെയാണ് ഷോപ്പ് എങ്കിൽ ലേഡീസ് ഷോപ്പ്. എന്നാൽ സ്ത്രീകളുടെ ഷോപ്പാണ്, ഷോപ്പ് ഓൺഡ് ബൈ സെവറൽ ലേഡീസ് എന്നോ അല്ലെങ്കിൽ ലേഡീസിന്റെ എക്സ്ക്ലൂസീവ് എന്തെങ്കിലും ഡ്രസ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോസ്മെറ്റിക്സോ ഒക്കെ വിൽക്കുന്ന കടയാണ്, ഇത് ലേഡീസിന്റെ ആണെന്നുണ്ടെങ്കിൽ LIDIES എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മള് പുറത്താണ് അപ്പോസ്ട്രോഫി ഇടേണ്ടത്. ഓക്കെ, ഇത് മുൻപ് എക്സാമിന് ചോദിച്ചിട്ടാണ്. നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ വൃത്തിയായി ഡിസ്കസ് ചെയ്തതാണ്. അന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ യുവേഴ്സിന്റെ കാര്യം ഞാൻ അവിടെ പറയുകയും ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിടത്ത് ഇത് ചോദിച്ചാൽ അടുത്തടുത്ത് നമ്മൾ മാറ്റി ചിന്തിക്കണം, ബാക്കി വേറെയും ചോദ്യങ്ങൾ ചോദിക്കും. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്ട് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ എന്തിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്? അതേ ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ എഴുതി വെക്കാനാണോ? അല്ല, ഇനി ഇതേപോലെ അല്ലെങ്കിൽ ഇതുമായി വരുന്ന സെയിം ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യേണ്ടത്. നോക്കൂ, അപ്പോൾ ലേഡീസ് ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റ ലേഡിയുടെ ആകുമ്പോൾ നമ്മൾ ലേഡി എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ചെയ്തു. പക്ഷെ സെവറൽ ലേഡീസ് അല്ലെങ്കിൽ ലേഡീസിന്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാവുമ്പോൾ എന്ത് ചെയ്തു, എസ് കണ്ടിട്ടാണ് അപ്പോസ്ട്രോഫി വന്നത്. അടുത്തത് ഐ ലവ് ഡാഷ് വെരി മച്ച്. കീറ്റ്സ് പോയട്രി. ഇത് നിങ്ങൾ BA ഇംഗ്ലീഷ് എടുത്തിട്ട് HDC ചെയ്തവരൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം ആ പോയറ്റിന്റെ പേര് തന്നെ ജോൺ കീറ്റ്സ് എന്നാണ്, അല്ലാണ്ട് കീറ്റ് എസ് അല്ല. കീറ്റിന്റെ അതായത് ഇപ്പൊ സജീസ് അല്ലെങ്കിൽ ദേവികാസ് എന്ന് എഴുതാൻ ഇങ്ങനെ അപ്പോസ്ട്രോഫി ഇട്ടാൽ മതി, അല്ലെങ്കിൽ സജീസ് എന്ന് എഴുതാൻ ഇങ്ങനെ ഇട്ടാൽ മതി. അതുപോലെ കീറ്റിന്റെ എന്ന് എഴുതാൻ കീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ പോരാ, അദ്ദേഹത്തിന്റെ പേര് തന്നെ എന്താ പിള്ളേരെ, കീറ്റ്സ് എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് തന്നെ എന്താണ്,
കീറ്റ്സ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് കീറ്റ്സിന്റെ പോയട്രി എന്ന് പറയാൻ നേരത്തെ ഞാൻ ലേഡീസ് പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കീറ്റ്സിന്റെ പേര് എഴുതിയിട്ട് മുകളിൽ ഒരു അപ്പോസ്ട്രോഫി ഇട്ടാൽ മതി. അപ്പൊ എന്തായി? കീറ്റ്സിന്റെ പോയട്രി നമുക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് പോയട്രീസിന്റെ ആവശ്യമില്ല. എന്ത് മതി? പോയട്രി ഈസ് ഇനഫ്. കീറ്റ്സ് പോയട്രി. കണ്ടോ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കീറ്റിന്റെ പോയട്രി എന്നാവും. അദ്ദേഹത്തിന്റെ പേര് കീറ്റ് എന്നല്ല, അദ്ദേഹത്തിന്റെ പേര് ജോൺ കീറ്റ്സ് എന്നാണ്. അപ്പൊ കീറ്റ് അല്ല, അതെന്താ ശരി? എന്താണ് ശരി? കീറ്റ്സ് പോയട്രി എന്ന് മതി. ഓക്കെ, പോയട്രി നമുക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ എന്ത് മതി? പോയട്രി എന്ന് മതി. ജോൺ കീറ്റ്സ് ഇംഗ്ലീഷ് പോയറ്റ് കേട്ടോ. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ദർ ഇസ് എ ഡയറക്റ്റ് ഒബ്ജക്ട് ആൻഡ് ആൻ ഇൻഡയറക്റ്റ് ഒബ്ജക്ട്? ഓക്കെ, എന്താണ് ഡയറക്റ്റ് ഒബ്ജക്ട് എന്നും എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് എന്നും അറിഞ്ഞാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാം ഹാളിൽ പോയിട്ട് ഏതിലാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉള്ളതെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പറയുമ്പോൾ ഡയറക്റ്റ് ഒബ്ജക്ട് ആദ്യം തന്നെ കണ്ടെത്തും, എന്നിട്ട് ഒബ്ജക്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് പാസീവ് വോയിസ് ആരംഭിക്കുന്നത്. ആക്റ്റീവ് വോയിസ് എന്താണ്? സബ്ജക്റ്റിലെ വെർബിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? ഡയറക്റ്റ് ഒബ്ജക്ട്. ഓക്കെ, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? ഡയറക്റ്റ് ഒബ്ജക്ട്. എന്നാൽ അതേ വെർബിനോട് ആർക്കു വേണ്ടി എന്നൊരു ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട്. ടു ഹൂം എന്ന് എന്ത് ചെയ്താൽ മതി? വെർബിനോട് ചോദിച്ചാൽ മതി. അതായത് ഒരു ആക്ഷൻ നടക്കുമ്പോൾ വെർബ് എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ആയിരിക്കുമല്ലോ, ആ ആക്ഷന്റെ ഗുണം ആർക്കാണോ കിട്ടുന്നത് ആ വ്യക്തിയാണ് എന്ത്? ഇൻഡയറക്റ്റ് ഒബ്ജക്ട്. നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്ട് പഠിക്കുന്ന സെയിം ഓപ്ഷൻ ആണ്. രാമ കിൽഡ് രാവണ. കിൽഡ് എന്ന വെർബിനോട് ചോദിച്ചു ആരെ കൊന്നു, എന്തിനെ കൊന്നു? രാവണനെ കൊന്നു. രാവണനാണ് ഡയറക്റ്റ് ഒബ്ജക്ട് അല്ലേ? ഐ ബോട്ട് എ കാർ. ഞാനൊരു കാർ വാങ്ങിച്ചു. ബോട്ട് എന്നുള്ളതാണ് വെർബ്. ആരെ വാങ്ങി? എന്തിനെ വാങ്ങി? കാറിനെ വാങ്ങി. ഡയറക്റ്റ് ഒബ്ജക്ട്. ഐ ബോട്ട് എ കാർ ഫോർ മൈ സൺ. എന്റെ മകനു വേണ്ടി വാങ്ങി. അവിടെ നമ്മള് ടു ഹും, ആർക്കു വേണ്ടി? ബോട്ട്. ഓക്കെ, വാങ്ങി. എന്ത് വാങ്ങി? കാർ വാങ്ങി. ആർക്കു വേണ്ടി വാങ്ങി? ടു മൈ സൺ. അവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്ട് വന്നു. എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട്? മൈ സൺ എന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ വാങ്ങിയതിന്റെ ആക്ഷന്റെ പ്രയോജനം ആർക്കാണ് കിട്ടുന്നത്? മോനാണ്. കാരണം മോന് വേണ്ടിയിട്ടാണ് കാർ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അതാണ് എന്താ? അപ്പൊ ഡയറക്റ്റ്, അതായത് ഒരു വെർബിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഡയറക്റ്റ് ഒബ്ജക്ട്. ആർക്ക് വേണ്ടി? ടു ഹും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്ത്? ഇൻഡയറക്റ്റ് ഒബ്ജക്ട്. ഐ റോട്ട് എ ലെറ്റർ ടു ദ മിനിസ്റ്റർ. റോട്ട് എന്നാണ് വെർബ്. എന്ത് എഴുതി? ആരെ എഴുതി? ലെറ്റർ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ? ആർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്? മിനിസ്റ്റർക്കാണോ ഗുണം കിട്ടുന്നത്? അല്ല, ടു ദ മിനിസ്റ്റർ. മിനിസ്റ്റർക്ക് എഴുതിയതേ ഉള്ളൂ. ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്? മിനിസ്റ്റർക്ക് വേണ്ടിയിട്ടോ? ഞാൻ ലെറ്റർ എഴുതുന്ന അല്ല. അവിടെ എന്തില്ല? ഐ റോട്ട് എ ലെറ്റർ ടു ദ മിനിസ്റ്റർ ഫോർ മൈ സ്റ്റുഡൻസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും എക്സാമിൽ കുറച്ചുകൂടി മാറ്റം വരുത്തണം അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരുത്തണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കുന്നു വിചാരിച്ചോ? ഓക്കെ, അപ്പം ഐ റോട്ട് എ ലെറ്റർ ടു ദ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടി വന്നിട്ടില്ല. അവിടെ ഫോർ മൈ സ്റ്റുഡൻസ് എന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാം അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് എന്ന്. ഷീ ബോട്ട് എ കാർ ഫോർ 5 lakh rupees. കാർ വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക്? 5 ലക്ഷം രൂപയ്ക്ക്. ഇതിൽ ആർക്കെങ്കിലും ഗുണം കാണുന്നുണ്ടോ? അവർക്ക് ഗുണമുണ്ട്, പക്ഷെ അത് ആർക്ക് വേണ്ടി? അവിടെ അങ്ങനെയില്ല. ഇവിടെ ഫോർ 5 ലക്ഷം രൂപ എന്നുള്ളൂ. അപ്പൊ അതല്ല. അടുത്തത് നോക്കൂ. ഹി ടോൾഡ് us a story. അവൻ ഒരു കഥ പറഞ്ഞു. ആർക്ക് വേണ്ടി? അസ്, ഞങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ടു ഹും എന്ന് ചോദിച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ അസ്. ഉത്തരമുണ്ട്. ഇതാണ് എന്ത്? ഇതിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസ്. നമുക്കൊരു സംശയമുണ്ട്, ഇംഗ്ലീഷ് പറയുമ്പോൾ നീളത്തിലുള്ള സെന്റൻസ് കാണുമ്പോൾ അതായിരിക്കും ഉത്തരം എന്നൊക്കെ എഴുതാനൊന്നും അങ്ങനെയൊന്നും ഒരു റൂളും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഹി ടോൾഡ് us a story. പിന്നെ തീരെ ഓരോ ഓപ്ഷനും അറിയില്ലെങ്കിൽ നമ്മൾ ജി കെയിലൊക്കെ പറയും വലിയ ഓപ്ഷൻ വരുന്നത് എന്ത് ചെയ്തോളൂ? എഴുതി വെച്ചോളൂ. അത് ജി കെയുടെ കേസിൽ അല്ലെങ്കിൽ കോമൺ നമ്മൾ എന്താ പറയുക തീരെ അറിയാത്ത കാര്യത്തിലാണ് പറയാം. ഇംഗ്ലീഷിലൊന്നും അങ്ങനെ വായിച്ചു നോക്കി എഴുതരുത്. നമുക്ക് CSEB കാർഡിൽ ഒരേ ഒരു ഗുണം എന്താ വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതി വരാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹി ടോൾഡ് us a story. ടോൾഡ് എന്നത് ആർക്ക് വേണ്ടിയാണ് കഥ പറഞ്ഞത്? ഫോർ അസ്. ഉത്തരം കിട്ടി. ഇൻഡയറക്റ്റ് ഒബ്ജക്ട്. വി മസ്റ്റ് ഹെൽപ് ദ ഡൗൺ ട്രോഡൻ. നമ്മൾ താഴേക്കിടയിലുള്ളവരെ സഹായിക്കണം. ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു, ആരെന്ന് പറഞ്ഞു, പക്ഷെ ആർക്കാണ് അതിന്റെ പ്രയോജനം എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സബ്ജക്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു.
എന്നാൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആ പ്രവൃത്തിയുടെ ഗുണം ആർക്കാണോ കിട്ടുന്നത് അതാണ് എന്ത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. നോക്കൂ, ജാക്ക് എയ്റ്റ് സിറൽ. ജാക്ക് സിറൽ എന്ത് ചെയ്തു? കഴിച്ചു. ഓക്കെ, അപ്പൊ സിറൽ കഴിക്കുമ്പോൾ എന്താണ്? എയ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു. എന്ത് കഴിച്ചു? സിറൽ കഴിച്ചു. എന്നാൽ ജാക്ക് ഗേവ് മീ സം സിറൽ. ഓക്കെ, ജാക്ക് തന്നു. എന്ത് തന്നു? സം സിറൽ. ആർക്ക് തന്നു? മീ, എനിക്ക് തന്നു. ഇവിടെ കണ്ടോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നത്? ആ തന്നതിന്റെ ഗുണം ആർക്കാണ് കിട്ടിയത്? ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ജാക്ക് എയ്റ്റ് ചോക്ലേറ്റ്സ്. ജാക്ക് ചോക്ലേറ്റ് തന്നു, അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം? ജാക്ക് ഗേവ് മീ സം ചോക്ലേറ്റ്സ്. ഓക്കെ, ജാക്ക് എന്ത് തന്നു? ചോക്ലേറ്റ് തന്നു. ആർക്ക് തന്നു? എനിക്ക് തന്നു. ഗുണം കിട്ടി. അവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഡയറക്റ്റ് ഒബ്ജക്റ്റും അറിഞ്ഞു വെക്കുക. അടുത്തത് നോക്കൂ, ഐഡന്റിഫൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ആസ് ആൻ അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാമവിശേഷണമാണ് അല്ലെ. ഒരു നാമത്തെ, ഒരു പേരിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ഒരു നൗണിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഓക്കെ, ഗുഡ് ക്ലാസ്, സ്മാർട്ട് ടീച്ചർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂട്ട് സ്മൈൽ, ഇതൊക്കെ നമുക്ക് വിശേഷണങ്ങളാണ്. ടോൾ ബോയ്, ഷോർട്ട് ഗേൾ, ഇതൊക്കെ വിശേഷണങ്ങളാണ്. എന്നാൽ എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ്? അതായത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കുകയാണ്. എന്നാൽ അഡ്ജക്റ്റീവ് ക്ലോസ് ഒരു നൗണിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നാമവിശേഷണ വ്യവസ്ഥ എന്നാണ് പറയുക. കാരണം ആ ക്ലോസ് ഉണ്ടാവുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ആ നൗണിനെ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടുപിടിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. റിലേറ്റീവ് ക്ലോസ് എന്ന് പറയും. അതായത് നമ്മുടെ റിലേറ്റീവ് പ്രൊനൗൺസിലെ ഹു, വിച്ച്, വാട്ട്, വെൻ, ദാറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തുണ്ടാവും? ഈ അഡ്ജക്റ്റീവ് ക്ലോസ് വരുമ്പോൾ അവിടെ ഉണ്ടാവും. റിലേറ്റീവ് ക്ലോസ് ഇതിനെ പറയാറുണ്ട്. ഓക്കെ, നോക്കൂ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥവും കൂടി അറിഞ്ഞിട്ട് ഇങ്ങനെ ലൈഫ് ഈസ് വാട്ട് വി മേക്ക് ഇറ്റ്. ഓക്കെ, ജീവിതം എന്നത് നമ്മൾ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണോ ആക്കുന്നത് അതുപോലെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വാട്ട് ഉണ്ടെന്ന് വേണ്ടി വാട്ട് എന്തിനെ? ലൈഫിനെ ഡിഫൈൻ ചെയ്തതൊന്നുമില്ല. എന്നാൽ അടുത്തത് നോക്കൂ, he who is afraid to take risk, okay, can never do anything great. റിസ്ക് എടുക്കാൻ തയ്യാറാകാത്തവൻ ലോകത്ത് എന്ത് ചെയ്തിട്ടില്ല? ഒരു വലിയ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലേ, എത്ര വലിയൊരു കാര്യവും തുടങ്ങുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ധീരമായ ഒരു തീരുമാനം കൊണ്ടാണ്. ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള തീരുമാനം കൊണ്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റിസ്ക് എടുത്തവരെ എന്ത് ചെയ്തിട്ടുള്ളൂ? വിജയിച്ചിട്ടുള്ളൂ ലൈഫിൽ. അല്ലാതെ 2 എക്സാം എഴുതി ഇനി എനിക്ക് ജോലി കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഞാൻ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ജോലിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും ആ ഒരു പ്രൈവറ്റ് ജോലിയും കൊണ്ട് നന്നാവാം. പ്രൈവറ്റ് ജോലിയിൽ രക്ഷപ്പെടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ സ്വപ്നം എന്താ? നമ്മൾ പഠിച്ച മേഖലയിൽ ഒരു സ്ഥിരം ജോലി. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് റിസ്ക് എടുക്കണം. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കി ഈ വ്യക്തി എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഹു ഈസ് അഫ്രൈഡ് ടു ടേക്ക് റിസ്ക്. റിസ്ക് എടുക്കാൻ ഭയമുള്ളവൻ എന്ത് ചെയ്യില്ല? ക്യാൻ നെവർ ഡു എനിത്തിങ് ഗ്രേറ്റ്. അങ്ങനെയുള്ളവർ ഒരു വലിയ കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഇദ്ദേഹത്തെയാണ് വിശേഷിപ്പിച്ചത്. അടുത്തത് നോക്കൂ, ദ മിൽക്ക് മാൻ കെയിം. മിൽക്ക് മാൻ, ആ മനുഷ്യന് നമ്മൾ അഡ്ജക്റ്റീവ് ഉണ്ട് മിൽക്ക് മാൻ എന്ന്. പക്ഷെ അവിടെ പിന്നെ എന്ത് ചെയ്യുന്നില്ല? കെയിം വെൻ ദ സൺ റോസ്. സൂര്യൻ ഉദിക്കും എന്ത് ചെയ്യുന്നു? വരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തെ ഡിഫൈൻ ചെയ്യുന്നില്ല. ദ മിൽക്ക് മാൻ ഹു ലിവ്സ് നിയർ മൈ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്ജക്റ്റീവ് ക്ലോസ് വരും. കാരണം എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന പാലുകാരൻ കെയിം വെൻ ദ സൺ റോസ്. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ വീട്ടിൽ വന്ന് പാല് വെച്ചിട്ട് പോകും. അവിടെ ഓക്കെ, പക്ഷെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണ്? ഹി ഹു ഈസ് അഫ്രൈഡ് ടു ടേക്ക് റിസ്ക്. നമ്മള് അഡ്ജക്റ്റീവ് ക്ലോസും പ്രൊനൗണും നൗണും ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒക്കെ ഇത്തരം ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ ചെറിയ ചെറിയ ടേംസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് തരാം. കാരണം അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, കൺജങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ജസ്റ്റ് ടേമുകളാണ്, ഒന്ന് അറിഞ്ഞു വെക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, തരണം കേട്ടോ. അടുത്തത് നോക്കണം, ഇവിടെ കണ്ടു ഈ എക്സാമ്പിൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും അഡ്ജക്റ്റീവ് ക്ലോസും 2 ക്വസ്റ്റ്യൻ വന്നില്ലേ? അടുത്തത് നോക്കൂ, വിച്ച് ഈസ് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് വൈ ഡോണ്ട് യു ഗെറ്റ് വാക്സിനേറ്റഡ്? ദ ഡോക്ടർ ആസ്ക്ഡ് മീ. ഡോക്ടർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ വാക്സിൻ എടുക്കാത്തത്? ഓക്കെ, ആരോട് ചോദിച്ചു? ഡോക്ടർ എന്നോടാണ് ചോദിച്ചത്. ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയാണ്, എന്നോട് ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്താ വാക്സിൻ എടുക്കാത്തതെന്നാണോ ഞാൻ പറയുക? അല്ല, നമ്മൾ എന്താ പറയുക? എന്നോട് ഇന്നേ പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്താ, അല്ലെങ്കിൽ ഞാൻ എന്താണ് വാക്സിൻ എടുക്കാത്തത് എന്നാണ് ഡോക്ടർ എന്നോടല്ലേ ചോദിച്ചത്.
ഞാൻ വീട്ടിൽ പോയി പറയുമ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു ഞാൻ എന്താ വാക്സിൻ എടുത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നത് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ കുറേ ചീത്ത പറഞ്ഞു, കാരണം വലിയൊരു രോഗമാണ്, വാക്സിനേഷൻ നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞതൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതൊക്കെ ഡോക്ടർ നിങ്ങൾ 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 എന്ന് പറയും. ഞാൻ വീട്ടിൽ പോയി പറയുമ്പോൾ അതെല്ലാം എന്താക്കണം, ഞാനാക്കണം. മാത്രമല്ല ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആക്റ്റീവ് പാസീവ് പഠിച്ചത് പ്രത്യേകം പറഞ്ഞു. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, ടെൻസ് മാറ്റണം. പ്രസന്റ് ടെൻസ് എന്തായി മാറണം, സിമ്പിൾ പാസ്റ്റ് ആയി മാറണം. അപ്പൊ എന്തായി, ദ ഡോക്ടർ ആസ്ക്ഡ് വൈ I did not get vaccinated. ഇവിടെ do not എന്തായി മാറി, ഇങ്ങോട്ട് വരുമ്പോൾ past did not get vaccinated എന്നായി മാറി. യു എന്തായി, ഐ ആയി. കാരണം നിങ്ങൾ എന്നുള്ളത് ഞാൻ വീട്ടിൽ പോയി പറയുമ്പോൾ ഞാനായി മാറുന്നു. കിട്ടിയോ? കിട്ടി. അടുത്തത്, which of the following is the correct passive form of let us have a picnic on Sunday? She said. നമ്മൾ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒന്നും ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഒത്തിരി ആയി പോകും. കാരണം ഇതൊക്കെ ഓരോരോ ടോപ്പിക്കാണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് ഒരു ടോപ്പിക്കാണ്, അതേപോലെ തന്നെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാത്തത്. അതെല്ലാം നമ്മൾ സബ്ജക്ട് വൈസ് ക്ലാസ് തന്നെയുണ്ട്. അപ്പൊ അത് കാണുക, പഠിക്കുക. അടുത്തത് നോക്കൂ, let us have a picnic on Sunday. She said. ഇതിന്റെ പാസീവ് ഫോം ആണ് പറയുന്നത്. ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സെന്റൻസിന്റെ പാസീവ് ആകുമ്പോൾ വി ഷുഡ് എന്നോ ദേ ഷുഡ് എന്നോ ഉണ്ടാവും. സാധാരണ വി ഷുഡ് ആണ് ഉണ്ടാവും, പക്ഷെ ഇത്തവണ നമുക്ക് ആൻസർ കീഴിൽ ദേ ഷുഡ് ആണ്. അപ്പൊ നമുക്ക് ദേ ഷുഡ് നോക്കൂ. ഷീ സജസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് ഹാവ് എ പിക്നിക് ഓൺ സൺഡേ. ഓക്കെ, ഷീ സജസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് ഹാവ് എ പിക്നിക് ഓൺ സൺഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഷീ സെഡ് എന്നൊന്നും ഇല്ല, ജസ്റ്റ് പറയാണ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഗോ ഫോർ എ വാക്ക്. ജസ്റ്റ് ലെറ്റേഴ്സിന് പകരം നമ്മൾ വി ഷുഡോ ദേ ഷുഡോ എഴുതുന്നു. ആ ബാക്കി വരുന്ന ബാലൻസ് അതുപോലെ തന്നെ എഴുതുന്നു. ഷീ ആണെങ്കിൽ ഷീ സജസ്റ്റഡ് എന്നാക്കുന്നു, ഹി ആണെങ്കിൽ ഹി സജസ്റ്റഡ് ആക്കുന്നു. ആരെയും തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇറ്റ് ഈസ് സജസ്റ്റഡ് എന്നാക്കുന്നു. ഓക്കെ, പാസീവ് വോയിസ് മാറ്റാൻ വളരെ എളുപ്പമാണ് ലെറ്റേഴ്സ് ഒക്കെ വെച്ച് തരുന്നതിന്റെ. അപ്പോൾ ലെറ്റസ് ഹാവ് എ പിക്നിക് ഓൺ സൺഡേ. ഷീ സെഡ്, അവൾ പറഞ്ഞു. നമുക്ക് ഒരു സൺഡേ ഒരു പിക്നിക്കിന് പോയാലോ, അതൊരു സജഷൻ അല്ലേ. ഷീ സജസ്റ്റഡ് ദാറ്റ്. ലെറ്റസ് എന്താക്കി, ദേ ഷുഡ് അല്ലെങ്കിൽ വി ഷുഡ് ആക്കുക. ഹാവ് എ പിക്നിക് ഓൺ സൺഡേ അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ ലെറ്റസ് ഗോ ഫോർ എ വാക്ക് അവിടെ ഷിയോ ഹിയോ എന്നല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഗോ ഫോർ എ. ഓക്കെ, അടുത്തത് നോക്കൂ. Which is the sentence in which present perfect continuous form? ടെൻസ് പഠിച്ചിട്ട് പോയവരെ നിരാശരാക്കേണ്ടെന്ന് വെച്ചാൽ അര മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിൽ അര മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എന്താണ് രൂപം അല്ലെങ്കിൽ അതിന്റെ ഫോം എങ്ങനെയായിരിക്കണം? ഹാസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അതുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ing, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing. അത് കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഷീ ഹാഡ് ബീൻ ആണ്. ഹാഡ് ഞാൻ പറഞ്ഞിട്ടോ ഇല്ല, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. വി ഹാവ് ബീൻ ടു മുംബൈ 2 weeks ago. They are all reading the lessons loudly. കണ്ടോ, ഇവിടെ ഒന്നും നമ്മൾ പറഞ്ഞത് വന്നില്ല. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്, സബ്ജക്റ്റ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഫോർ ഹർ ഫാദർ ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് വന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൃത്യമായത് ഓപ്ഷൻ ഡി ആണ്. ടെൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. മാൻ ഡസ് നോട്ട് ലീവ് ഡാഷ് ബൈ ഡാഷ് ബ്രെഡ് alone. ഇത് ഒരുപാട് പേർക്ക് തെറ്റിപ്പോയൊരു കാര്യമാണ്. കാരണം നമ്മൾ ലിവ് പഠിക്കുമ്പോൾ ലിവിന്റെ കൂടെ നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലേ. ലിവ് ഇൻ, ഒരാളുടെ ലിവിങ് പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവ് ഇൻ ആണ്. ലിവ് ഇൻ എ ഹൗസ്, ഹി ലിവ്സ് ഇൻ എ ഫ്ലാറ്റ്. monkeys live in trees, lions live in എന്താണ് ഡെൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലിവ് പ്ലസ് ഇൻ പ്ലസ് പ്ലേസ് ആണെന്ന് പറഞ്ഞിരുന്നു. ലിവ് പ്ലസ് ഓൺ പ്ലസ് ഫുഡ് ഐറ്റം ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഫുഡ് ഐറ്റം ആണെങ്കിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. മലയാളീസ് ലിവ് ഓൺ റൈസ്, നമുക്ക് അരി ഇല്ലാണ്ട് പറ്റൂലല്ലോ. നോർത്ത് ഇന്ത്യൻസ് ലിവ് ഓൺ വീറ്റ്. ഓക്കെ, അവർ വീറ്റാണ്. അതുപോലെ നമുക്ക് എന്തും പറയാം. ഓക്കെ, അത് ഓരോന്നിനെയും അവരുടെ എന്താ പറയുക. ഈ പറഞ്ഞ ലയൺ ആണെങ്കിൽ ലയൺ ലിവ്സ് ഓൺ ഫ്ലഷ്, മാംസം കഴിച്ചിട്ടാണെന്നൊക്കെ നമുക്ക് പറയായിരുന്നു. ഭക്ഷണമാണെങ്കിൽ ഓൺ എന്ന് പഠിച്ചു. ബൈ പ്രൊഫഷൻ ആണ്, ഒരാളുടെ ജീവിത മാർഗം മോഡ് ഓഫ് ലിവിങ് ആണെങ്കിൽ നമുക്ക് പറയാം ബൈ. ഓക്കെ, ഹി ലിവ്സ് ബൈ ടീച്ചിങ്, ഷീ ലിവ്സ് ബൈ സിംഗിങ്. പാട്ടുകാരിയാണെങ്കിൽ ഷീ ലിവ്സ് ബൈ സിംഗിങ്.
പക്ഷേ ഇവിടെ ഇത് കണ്ട് ബ്രെഡ് കണ്ടിട്ട് പോയി ഓൺ എഴുതിയ ഒരുപാട് പേർക്ക് തെറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രോവർബാണ്. പ്രോവർബിനെ നമ്മൾ ഇത്തരം ഈ റൂൾ എല്ലാം ശരിയാണ്, പക്ഷേ ഈ റൂൾ ഒന്നും കണ്ട് നമ്മൾ പ്രോവർബ് തിരുത്താൻ പാടില്ല. CSEB എന്നും പ്രോവർബുകൾ ചോദിക്കുന്നതാണ്. നമ്മൾ കുറേയധികം പ്രോവർബുകൾ ബുക്കിലും നമ്മളുമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു പുതിയ പ്രോവർബ്, ഓരോ പ്രാവശ്യം പുതുമയുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ബൈബിളൊക്കെ വായിച്ചതിലൊക്കെ ഇത് എഴുതിയിട്ടുണ്ടാകും. കാരണം അതിലൊക്കെയുള്ള അതേ ആശയമാണിത്. മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. ബ്രെഡ് മാത്രം കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൊച്ചു പറയാം, ശരിയാ മിസ്, എനിക്ക് ബ്രെഡ് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് ബട്ടർ വേണം, എനിക്ക് ഓംലെറ്റ് വേണം, അങ്ങനെയാണോ, ജാം വേണം, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു മനുഷ്യന് പ്രൈമറി നീഡ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫിസിക്കൽ ലൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെറ്റീരിയൽ ലൈഫ്, അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലൈഫ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന ആശയമാണ് ഇതിൽ വന്നത്. മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ എന്നുള്ള പ്രോവർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രോവർബാണ്, അത് തിരുത്താൻ പറ്റില്ല. അടുത്ത നോക്കൂ, ഞാൻ 1-2 പ്രോവർബുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, നോക്കുക. ഓക്കെ, ഒന്നാമത്തെ എന്താ? ഓപ്പർച്യൂണിറ്റി ഡിഡ് നോട്ട് നോക്ക് അണ്ടിൽ ബിൽറ്റ് എ ഡോർ. അതെ, അവസരം വരട്ടെ, ഞാൻ അപ്പം പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നവർ ശ്രദ്ധിക്കുക. അവസരം വന്ന് നമ്മുടെ വാതിലിൽ മുട്ടി വിളിക്കണമെങ്കിൽ ഒരു വാതിൽ അവിടെ ആദ്യം വേണ്ടേ? എനിക്ക് ജോലി കിട്ടണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്ലൈ ചെയ്തോ? ഇല്ല മിസ്, ഇത്തവണ ഞാൻ അപ്ലൈ ചെയ്തില്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്തവണ മിസ് ഞാൻ പഠിച്ചില്ല മിസ്, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് അവസരം കിട്ടുമോ? നമ്മുടെ അടുത്തേക്ക് വരുമോ? ഇല്ല. നമ്മൾ കൃത്യസമയത്ത് അപ്ലിക്കേഷൻ അയക്കണം. അത് നമുക്ക് ഏറ്റവും പറ്റുമെന്ന് തോന്നുന്ന ധാരാളം ബാങ്കുകൾ അപേക്ഷിക്കുക, കൃത്യമായിട്ട് അതിനുവേണ്ടി പഠിക്കുക. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കിയിരിക്കും. അവസരം എന്ത് ചെയ്യും? താനേ വരും, മുട്ടി വിളിക്കും, നമുക്ക് ജോലി കിട്ടും. അപ്പൊ കാണുന്നവർ പറയും ഭാഗ്യം കൊണ്ട് കിട്ടിയതാണെന്ന്. പഠിച്ച് നമുക്കറിയാം നമ്മുടെ കഷ്ടപ്പാടിന് കിട്ടിയ എഫേർട്ടിന് കിട്ടിയ റിസൾട്ടാണെന്ന്, അല്ലേ? അല്ലാതെ ഭാഗ്യം കൊണ്ട് 160 ക്വസ്റ്റ്യനും കറക്കി കുത്തി ശരിയാക്കിയിട്ടൊന്നും ഇന്ന് വരെ ആരും എന്ത് ചെയ്തിട്ടില്ല, ജോലിക്ക് കയറിയിട്ടില്ല. അത്രയും ഭാഗ്യവാനാണ് ഞാൻ ഓണം മെമ്പർ എടുത്താൽ പോരെ, പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നത്? അപ്പൊ അതുകൊണ്ട് അവസരം പറഞ്ഞെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനുള്ള സാഹചര്യം ഒരുക്കണം. ഓപ്പർച്യൂണിറ്റി ഡിഡ് നോട്ട് നോക്ക് അണ്ടിൽ ഐ ബിൽറ്റ് എ ഡോർ. എ ജേർണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. എത്ര വലിയ യാത്രയാണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് മുതൽ തുടങ്ങണം പഠനമെന്ന് ആരംഭിക്കുന്നവർ ഇതാണ് നല്ല സമയം, ഇപ്പൊ തുടങ്ങിക്കോളൂ കേട്ടോ. Clothes do not make the man. Don't put all your eggs in one basket. നിങ്ങളുടെ എല്ലാ മുട്ടകളും ഒരു ബാസ്കറ്റിൽ തന്നെ ഇടരുത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഓടുമ്പോൾ ബാസ്കറ്റ് എങ്ങാനും വീണാൽ എല്ലാം പൊട്ടിപ്പോവില്ലേ? ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ എല്ലാ സമ്പാദ്യവും ഒറ്റ കാര്യത്തിൽ നിക്ഷേപിക്കരുത്. എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ നമ്മളെ ബാധിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. Give them an inch and they will make a mile. നമ്മൾ പണ്ട് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത കഥയൊക്കെ കേട്ടിട്ടില്ലേ? ആ സൂചി കേട്ട് ഇടം കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞ പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടില്ല? അത് തന്നെയാണിത്. ഗിവ് ദം ആൻ ഇഞ്ച്. ഒരു ഇഞ്ച് കൊടുത്താൽ അവർ എന്ത് ചെയ്യും? ഒരു മൈൽ തന്നെ എടുക്കുമെന്ന് പറയുന്ന ഒരു പ്രോവർബ്. ഇത്തരത്തിൽ ഒരുപാട് പ്രോവർബുകളുണ്ട്. പണ്ട് നമുക്ക് ഓർമ്മയില്ല, നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെയൊക്കെ ബോർഡിൽ രാവിലെ തന്നെ നല്ല ഹാൻഡ് റൈറ്റിങ്ങെല്ലാം മിടുക്കിയായ കൊച്ചു വന്ന് ഒരു പ്രോവർബ് എഴുതി വയ്ക്കും. അത് കഴിഞ്ഞ് ആ സൈഡിൽ പോയിട്ട് ടോട്ടൽ സ്ട്രെങ്ത്, ക്ലാസ്സിൻ്റെ പേര് ഇതൊക്കെ എഴുതി അതിന് ക്ലാസ് ലീഡറുടെ ജോലിയൊക്കെ ഉണ്ടാവാറില്ലേ? അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇത്തരം പ്രോവർബുകളായി മാറ്റുക. ഓക്കെ, ഇത്തരം പ്രോവർബുകളാക്കുമ്പോൾ അത് കാണുന്ന ആൾക്ക് എന്ത് കിട്ടും? ഇതായിരുന്നു അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പം നമുക്കറിയാം, നമ്മുടെ അടുത്ത് ചേരുന്നവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടുള്ള പിള്ളേരാണ് ചേരുന്നത്. ഈ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് ഓരോ പ്രോവർബാണെന്ന് ഇരിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരു 10-15 പേരുണ്ടെങ്കിൽ എല്ലാവരും വ്യത്യസ്ത പ്രോവർബുകൾ ഇടുന്നു. മനസ്സിലാവാത്ത ഒന്നും ഇടരുത് കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പ്രോവർബുകൾ ഇടുന്നു. ഉറപ്പല്ലേ നിങ്ങളിൽ 15 പേരും 15 പ്രോവർബ് പഠിച്ചില്ലേ? 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും പറയണേ നമുക്കിനി പ്രോവർബ് മാറ്റാം, നമുക്ക് അവിടെ കുറച്ച് ഫോറിൻ വേർഡ്സ് ഇടാം. ഓക്കെ, ഞാൻ എന്നും നിങ്ങളോട് നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന കാര്യം, ഈ ഫോറിൻ വേർഡ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് പഠിക്കുക. ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ അവൻ എൻ്റെ ചങ്കാണെന്ന് പറയരുത്. ഓൾട്ടർ ഈഗോ, ഇന്റിമേറ്റ് ഫ്രണ്ട്. ഹി റിസംബിൾസ് ഡാഷ് ഹിസ് ഫാദർ. അതെന്താ സംഭവം എന്നറിയോ? നമുക്ക് ചിലർ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വിത്തോ ഇന്നോ ഒന്നും ചേർക്കാണ്ടിരുന്നാൽ നമുക്ക് എന്തോ ഒരു സമാധാനക്കേടാണ്. റിസംബിൾസ് വിത്ത് ഹിസ് ഫാദർ, ഇങ്ങനെ വായിച്ചു നോക്കും. റിസംബിൾസ് ടു ഹിസ് ഫാദർ, റിസംബിൾ വിത്ത് ഹിസ് ഫാദർ, റിസംബിൾസ് ലൈക്ക്. അപ്പൊ നമ്മൾ ലൈക്ക് ആദ്യമേ വെട്ടിയിട്ടു. റിസംബിൾസ് ടു ആണോ റിസംബിൾസ് വിത്ത് ആണോ? ഇവിടെ ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ. നമ്മൾ മനസ്സിലാക്കുക, റിസംബിൾസ് ഹിസ് ഫാദർ എന്ന് മതി. റിസംബിൾസിന് ശേഷം എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല? പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹി റിസംബിൾസ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പൂർണ്ണമായി. ഇത്തരത്തിലുള്ള വെർബുകളാണ് നോക്കൂ. റിസംബിൾസ്, അക്കമ്പനി, അപ്രോച്ച്, റിക്വസ്റ്റ്, സൈൻ, റിട്ടേൺ, ആൻസർ, ഓർഡർ.
ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടതാത്ത വെർബുകളാണ്. ഞാൻ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെന്റൻസുകൾ നോക്കിയാൽ മതി. I accompanied my boss to the conference. Okay, I accompanied with my boss ഒന്നും വേണ്ട, I accompanied my boss എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. I approached the police. I approached to the police ഒന്നും വേണ്ട, I approached the police. I requested my friends. I requested my friends മതി, to my friends വേണ്ട. The lawyer asked me to read and sign the deed. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ദ ഡീഡ് ആണോ സൈൻ ഓൺ ദ ഡീഡ് ആണോ, ഡീഡിന്റെ മുകളിലല്ലേ നമ്മൾ സൈൻ ചെയ്യുക, ഉള്ളിലാണോ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, സൈൻ ദ ഡീഡ് എന്ന് പറഞ്ഞാൽ മതി. What time would you return home? He answered all the questions. അപ്പോൾ ഇത്തരം വേർബ്സിന്റെ ഒന്നും കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അല്ലെങ്കിൽ ഇത്തരം ടേമുകളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. റിസംബിൾസ് മതി, അക്കമ്പനി, അപ്രോച്ച്, റിക്വസ്റ്റ്, സൈൻ, റിട്ടേൺ, ആൻസർ, ഓർഡർ ഒക്കെ അതുപോലെ എഴുതിയാൽ മതി കേട്ടോ. If you are seriously, you will have to go to dash hospital. പിള്ളേർക്കൊക്കെ മാർക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി, ടെമ്പിൾ, അതുപോലുള്ള ആരാധനാലയങ്ങൾ, ഹോസ്പിറ്റൽ, ഇവയുടെ പ്രൈമറി പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. എവറി ഡേ ഷീ ഗോസ് ടു സ്കൂൾ എന്ന് മതി, ദ സ്കൂൾ എന്ന് വേണ്ട. ഷീ ഗോസ് ടു ദ സ്കൂൾ ടു മീറ്റ് ദ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സ്കൂളിൽ പോകുന്നു. ഓക്കെ, അതുപോലെയാണ് ഹോസ്പിറ്റലിന്റെ കാര്യം. നോക്കൂ, നിനക്ക് രോഗം സീരിയസ് ആണെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോകണം. സീരിയസ്ലി ഇല്ലാണെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ എന്ന് മതി. കാരണം രോഗം വന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ പോകേണ്ടത്. അല്ലാണ്ട് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു വിസിറ്റ് മൈ അങ്കിൾ, എൻ്റെ അമ്മാവനെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നാണ് നിങ്ങൾ ദ ഹോസ്പിറ്റലിൽ ഇരുന്നു. കാരണം അവിടെ സെക്കൻഡറി പർപ്പസ് ആണ്, പ്രൈമറി പർപ്പസ് അല്ല. സ്കൂള്, കോളേജ്, ടെമ്പിൾ പോലുള്ള ആരാധനാലയങ്ങൾ, ഹോസ്പിറ്റൽ, ഇവയുടെ പ്രൈമറി പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട. സോ ഇവിടെയും ആർട്ടിക്കിൾ വേണ്ട, നൺ ഓഫ് ദിസ്. അടുത്തത് നോക്കൂ, which of the following is not correct? Some of the houses are not fit to live. Some of the water was split on the floor. Half of the apples were bad. Half of the land was uncultivated. ഇവിടെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഹാഫ് ഓഫ് ദ ആപ്പിൾസ് അല്ലേ. നമ്മൾ എത്ര തവണ പറഞ്ഞാണ് ഹാഫ് ഓഫ്, ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, ഇവയ്ക്കൊക്കെ ശേഷം കൗണ്ടബിൾ നൗൺ വന്നാൽ പ്ലൂറലും, പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലർ വെർബും. നോക്കൂ, ഹാഫ് ഓഫ് ദ ആപ്പിൾസ്, ആപ്പിൾസ് കൗണ്ട് ചെയ്തൂടെ, അതുകൊണ്ടാണ് അവിടെ പ്ലൂറൽ വെർബ് വന്നത്. ഹാഫ് ഓഫ് ദ ലാൻഡ്, ലാൻഡ്, ഭൂമി നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അളന്ന് തിട്ടപ്പെടുത്താം പക്ഷെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, സിംഗുലർ വാസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സം ഒക്കെ നമ്മൾ എന്തിലാണ്, പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ ഉപയോഗിക്കണം, നെഗറ്റീവ് സെന്റൻസിൽ യൂസ് ചെയ്യരുത്. നോട്ട് ഫിറ്റ് ടു ലീവ് നെഗറ്റീവ് ആണ്. സോ അവിടെ അതാണ് എന്ത് ആ സെന്റൻസ് ആണ് ഇൻകറക്റ്റ് സെന്റൻസ് കേട്ടോ. നോക്കൂ, വാട്ടർ ആണ്, അതുകൊണ്ടാണ് അവിടെ വാസ് വന്നത്, അൺകൗണ്ടബിൾ അല്ലേ. Any is used with questions and negative sentence. Some for affirmative, positive sentence കൂടെ ഉപയോഗിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, which of the following sentence is or are incorrect? ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 1, 2, 2, 3, 1, 2, 3 എന്നൊക്കെ തന്നിട്ടുണ്ട്. കോൺകോഡ് അറിയാവുന്ന കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല. എവ്രി മെൻ ഹാവ് ദെയർ ഓൺ വർക്ക് ടു ഡു. എവ്രി മെൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സിംഗുലർ മതി. ഈച്ച് വൺ ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്ട് സിംഗുലർ വെർബ് പഠിച്ചതാണ്. നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ തന്നാലും വെർബ് എന്ത് എഴുതാൻ പാടൂ, സിംഗുലറെ വരാൻ പാടൂ. നൈദർ ഓഫ്, ഐദർ ഓഫ്, എവ്രി വൺ ഇവയ്ക്കൊക്കെ ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. നൈദർ ഓഫ് അസ്, ഈസ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വാസ് എന്നാണ് വരിക. അപ്പൊ സിംഗുലർ വെർബ് മതി. ഈച്ച് വൺ ഓഫിന് ശേഷം സിംഗുലർ വെർബ് മതി. ഇവിടെ എല്ലാം പ്ലൂറൽ വെർബാണ് തന്നത്. ഓക്കെ, ഹാവ് ആണ്, ആർ ആണ്. അപ്പൊ ഇത് മൂന്നും എന്താണ്, ഇൻകറക്റ്റ് ആണ്. കോൺകോഡ് പഠിച്ച കുട്ടിക്ക് സിമ്പിൾ ആയിരുന്നു. നമ്മൾ പഠിച്ചത് കൃത്യ സ്ഥലത്ത് ഉപയോഗിക്കാത്തത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ എയും ബിയും സിയും ഇൻകറക്റ്റ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. മെനിയെ, മെനിയെ എത്ര തവണ പറഞ്ഞതാണ്. മെനിയയ്ക്ക് ശേഷം സിംഗുലർ സബ്ജക്ട് സിംഗുലർ വെർബ്. ഇത് എന്താ സംഭവിക്കാൻ അറിയോ, ഇത് മുഴുവൻ 4 ഇരുന്ന് ഇങ്ങനെ വായിക്കും. Many a man feel disappointed because of lack of opportunity. Many a man feels disappointed. ഇങ്ങനെ വായിച്ചാൽ നമുക്ക് എന്തില്ല, 4 കൂടെ കൺഫ്യൂഷൻ. നമ്മളിൽ ആകെ ആരെ മാത്രം കണ്ടാൽ മതി, മെനിയെ മാത്രം. മെനിയയ്ക്ക് ശേഷം സിംഗുലർ സബ്ജക്ട് സിംഗുലർ വെർബ്. നോക്കൂ, ഇത് അപ്പോഴേ പോയി, ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സിംഗുലർ വെർബ് ഏതാണ് പിള്ളേരെ, എസ് ഉള്ള വെർബാണ് സിംഗുലർ വെർബ്. ഇതൊരെണ്ണമല്ലേ അവിടെയുള്ളൂ. നോക്കൂ, നിങ്ങൾ ആകെ ഇത്ര വലിയൊരു ചോദ്യത്തില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മെനിയയ്ക്ക് ശേഷം സിംഗുലർ സബ്ജക്ട് സിംഗുലർ വെർബ്. ഉത്തരം കറക്റ്റ്. ഓക്കെ, മെനിയയ്ക്ക് ശേഷം സിംഗുലർ സബ്ജക്ട്. എന്നാൽ മെനി എന്നോ എ ഗുഡ് മെനി എന്നോ തന്നാൽ പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബുമായിരിക്കണം.
അടുത്തത്, in which of the following sentences article is incorrectly used? ആർട്ടിക്കിൾ ശരിയല്ലാണ്ട് ഉപയോഗിച്ചത് ഏതിലാണെന്നാണ്. The camel is the ship of the desert. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സിംഗുലർ നൗണിന് മുന്നിൽ ദ ഉപയോഗിക്കുമ്പോൾ അത് ആ ഗ്രൂപ്പിനെ മുഴുവനായിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. The cow is a domestic animal. CSEB ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. The cow is a domestic animal അല്ലെങ്കിൽ the cat is a pet animal എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ അതേ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു the camel is the ship of the desert. അവിടെ ശരിയാണ്. It was a really a one man show. Okay, a one man, a 1 rupee note, a one eyed man. ഓ വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ പറയുമ്പോൾ വാ വരുന്നത് കൊണ്ട് തന്നെ വൺ എന്ന് വരുന്നത് കൊണ്ട് തന്നെ എ. കോൾ ദ മാൻ വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ആ പുറത്തിരിക്കുന്ന ആ മനുഷ്യനെ വിളിക്കും. ഏത് മനുഷ്യനാണ്? പുറത്തിരിക്കുന്ന ആ മനുഷ്യനെ. സ്വാഭാവികമായും ഇതാണ്. അപ്പോൾ എന്താണ് ഉത്തരം വന്നത്? ഇംഗ്ലീഷ് മെൻ ലവ് ട്രാവൽ. ഇംഗ്ലീഷ് മാൻ എന്നാണ് വേണ്ടിയിരുന്നത്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് കേട്ടോ. കാരണം പ്ലൂരലിന് മുമ്പല്ല വരുന്നത്, സിംഗുലറിന് മുമ്പ് എഴുതിയാൽ മതി. Which is the active form of many accidents are caused by rash driving? ഇവിടെ നമ്മളോട് പാസീവ് തന്നിട്ട് ആക്റ്റീവ് ആണ് ചോദിച്ചത്. ആക്റ്റീവും പാസീവും നമ്മൾ ധാരാളം വൃത്തിയായി പഠിച്ചതുകൊണ്ട് ഇനി നിങ്ങൾ പറയാണ് അതിന് മിസ് നമ്മൾ പാസീവ് നിന്ന് ആക്റ്റീവ് ആവാൻ പഠിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഓപ്ഷൻ എന്ന് അതിനെ ഒന്ന് പാസീവ് ആക്കി നോക്കിയാൽ മതി. ഇവിടെ നമുക്കറിയാം ആർ കോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് നിന്ന് പാസീവിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായില്ലേ? ആർ അല്ലേ വന്നിരിക്കുന്നത്, അപ്പൊ പ്രസന്റ് ടെൻസ് അല്ലേ. ഇവിടെ പ്രസന്റ് ടെൻസ് വരുമ്പോൾ തന്നെ ഇതൊക്കെ കോസ്ഡ് ഒക്കെ ആദ്യം തന്നെ പോയി. റാഷ് ഡ്രൈവിംഗ് കോസസ്. റാഷ് ഡ്രൈവിംഗ് സിംഗുലർ അല്ലേ, കോസസ് മെനി ആക്സിഡൻസ്. ഇതിന്റെ ഒന്ന് നോക്കൂ, എന്തുണ്ടാക്കും? മെനി ആക്സിഡൻസ്. അപ്പൊ മെനി ആക്സിഡൻസ് എത്തി. ആക്സിഡൻസ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ആർ വന്നത്. വെർബ് എപ്പോഴും V3 ഫോമിലായിരിക്കും. പാസീവ് വോയിസിൽ കോസ്ഡ് ബൈ റാഷ് ഡ്രൈവിംഗ്. ഉത്തരം കിട്ടി. അപ്പോൾ നീ ആക്റ്റീവ് നിന്ന് പാസീവ് ആക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, പാസീവ് നിന്ന് ഞാൻ ആക്റ്റീവ് ആവാൻ പഠിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കുള്ള ഉത്തരമാണ് എന്ത് ചെയ്യുക? നമ്മൾ സെന്റൻസിനെ ജസ്റ്റ് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് നോക്കൂ, ഐഡന്റിഫൈ എ കോംപ്ലക്സ് സെന്റൻസ് ഫ്രം എമംഗ് ദ ഫോളോയിങ്. ഏറ്റവും കൂടുതൽ പേര് തെറ്റിച്ചൊരു സാധനം. കാരണം കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ട്. എന്ത്? ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞൊരു സാധനം. അപ്പൊ പിന്നെ കുറേ നീളമുള്ള ഒരു ഓപ്ഷൻ മനസ്സിലോട്ട് വരും. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസുകൾ ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ പഠിച്ചതാണ്. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രം, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയിരിക്കും അത്. ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീല കളറിലാണ്. ഇറ്റ്സ് എ സിമ്പിൾ സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് കണ്ടെത്താൻ ഞാൻ എത്രയോ തവണ പറഞ്ഞു തന്നു. ആൻഡ്, ഓർ, ബട്ട്, സോ വെച്ച് രണ്ട് സെന്റൻസുകളെ, രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, ഇവിടെയും ആൻഡ് വന്നിരുന്നു, ഇവിടെയും ആൻഡ് വന്നിരുന്നു. ഇത് മാത്രം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കോമ്പൗണ്ട് എന്നും ഡു ആസ് ഐ ടെൽ എന്നുള്ളത് കോംപ്ലക്സ് സെന്റൻസും എഴുതായിരുന്നു. ശരിക്കും ഡു ആസ് ഐ ടെൽ എങ്ങനെ കോംപ്ലക്സ് ആവുന്നത്? ഒരു കോംപ്ലക്സ് സെന്റൻസിൽ ഒരു ഡിപെൻഡന്റ് ക്ലോസും അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ടായിരിക്കും. ഐ ടെൽ ഞാൻ പറയുന്നു പൂർണ്ണമാണ്. ഡു ആസ് അതുപോലെ, എന്തുപോലെ, പറയുന്ന പോലെ ചെയ്യും. ഓക്കെ, അപ്പൊ കോംപ്ലക്സ് സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, വലിപ്പം നോക്കിയിട്ട് പോയിട്ട് ഇംഗ്ലീഷിൽ ഉത്തരം എഴുതരുത്. ഓക്കെ, റൂൾ അറിഞ്ഞ് പഠിക്കുക. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സിമ്പിൾ സെന്റൻസും കോമ്പൗണ്ട് സെന്റൻസും പഠിച്ചു പോയതല്ലേ? നിങ്ങൾ ആർട്ടിക്കിൾ പഠിച്ചു പോയതല്ലേ? നിങ്ങൾക്ക് 2 മാർക്ക് ആർട്ടിക്കിൾ നിന്ന് കിട്ടിയില്ലേ? 2 ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ നിന്ന് കിട്ടിയില്ലേ? നിങ്ങൾ കോൺകോഡ് പഠിച്ചതല്ലേ? മെനിയെ കിട്ടിയില്ലേ? നൈദർ ഓഫും ഐദർ ഓഫും കിട്ടിയില്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എവറി മെൻ എവറി വുമൻ കിട്ടിയില്ലേ? ഓക്കെ, നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾ ശരിയാക്കിയ ക്വസ്റ്റ്യൻ അല്ലേ? ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് നിങ്ങൾ പഠിച്ചു പോയതല്ലേ? 2 കിട്ടിയില്ലേലും അതിൽ ഒരെണ്ണമെങ്കിലും കിട്ടില്ലേ? റിപ്പോർട്ടഡ് സ്പീച്ചില് ജസ്റ്റ് ആ യുവിനെ ഐ ആക്കണം എന്നൊക്കെ ഓർത്താൽ മാത്രം നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയില്ലേ? 10 ക്വസ്റ്റ്യൻ ശരിയാക്കാം. എവിടെയാണ് നിങ്ങൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുള്ളത്? ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് പറ്റേ ടഫായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒന്നും അറിയാത്തതായിരുന്നു, വെറുതെയാണ്. നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങളായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫ് വാട്ട് ഹി സേസ് ഈസ് അൺട്രൂ. ഇവിടെ ഏറ്റവും കൂടുതൽ പേർക്ക് കൺഫ്യൂഷൻ വന്നത് മെനിയും മച്ചും തമ്മിലാണ്. കാരണം മോസ്റ്റ് നമുക്കറിയാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഉപയോഗിക്കുക. സം പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ അൺട്രൂ ആണ്, അപ്പൊ അത് വേണ്ട. മെനിയും മച്ചും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കുക, മെനിയും മച്ചും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും കൗണ്ടബിൾ നൗണിന്റെ കൂടെ മെനിയും അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ മച്ചും ഉപയോഗിക്കും. ഓക്കെ, അവൻ പറയുന്നത് നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. 1 പറഞ്ഞു, 2 പറഞ്ഞു, 5 പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല.
അൺകൗണ്ടബിൾ ആണ്. മച്ച് ഓഫ് വാട്ട് ഹി സേസ് ഈസ് അൺട്രൂ. പക്ഷെ നമ്മൾ കിലോമീറ്റേഴ്സ്, ഹൗ മെനി കിലോമീറ്റേഴ്സ്, നമ്മൾ മോഹൻലാലിന്റെ ഡയലോഗ് കേട്ടില്ലേ, ഹൗ മെനി കിലോമീറ്റേഴ്സ് ആർ ഫ്രം മിയാമി സിറ്റി ടു, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇല്ല, ഹൗ മെനി കിലോമീറ്റേഴ്സ് ആണ്. പക്ഷെ ഹൗ മച്ച് കോസ്റ്റ്, ഇതിന് എന്ത് വിലയായി എന്നാണ് നമ്മൾ ചോദിക്കുക. അവിടെ ഹൗ മച്ച് ആണ് ചോദിക്കുക. യൂസ് മച്ച് ഇഫ് ദ നൗൺ ഈസ് അൺകൗണ്ടബിൾ, അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ മച്ചും. മെനി ഇഫ് ദ നൗൺ ഈസ് കൗണ്ടബിൾ, കൗണ്ടബിളിന്റെ കൂടെ മെനിയും ഉപയോഗിക്കണം. മോസ്റ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ക്വാണ്ടിറ്റീസ്, ഇതെല്ലാം നമ്മൾ ക്വാണ്ടിറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാണ്. എമൗണ്ട്സ്, ഡിഗ്രി, സൂപ്പർലേറ്റീവിന്റെ കൂടെ മാത്രമാണ് നമ്മൾ ഇത് പറയാം മോസ്റ്റ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഒരു 2-3 എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്, പറയാം. ഹൗ ഡാഷ് യൂറോസ് ഡു യു ഹാവ് ഓൺ യു. നമുക്കറിയാം യൂറോസ് ഒക്കെ നമുക്ക് കൗണ്ടബിൾ ആണ്. മണി അൺകൗണ്ടബിൾ ആണെങ്കിലും ഡോളറും റുപ്പിയും യൂറോസും കൗണ്ടബിൾ ആണ് മെനി. ഹൗ ഡാഷ് വാസ് ദ കാർ, എന്ത് വിലയായി, മച്ച്, ഹൗ മച്ച്. ഓക്കെ, ഹി ഹാസ് ടു മെനി പ്രോബ്ലംസ്, അവന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി കൂടെ. ലോകത്ത് ആർക്കാണ് പ്രോബ്ലം ഇല്ലാത്തത്? ഒരുപാട് പേർക്ക് എന്തുണ്ട്, പ്രോബ്ലം ഉണ്ട്. നമ്മളുടെ ജീവിതത്തിലുള്ള കുറേയധികം പ്രോബ്ലങ്ങൾക്കുള്ള, പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഒരു സ്ഥിരം ജോലി. നന്നായി പഠിച്ചാൽ വരുന്ന എക്സാമിൽ ഓരോരുത്തർക്കും കയറാം. നന്നായി പഠിക്കുക. നന്നായി പഠിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്ക് കിട്ടി, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മാർക്ക് പോകുന്നത്. ഞാൻ ബാക്കി എല്ലാ ഭാഗവും ഞാൻ പറഞ്ഞു, സബ്ജക്റ്റ് ഒക്കെ എടുത്ത്, അതായത് നമുക്കറിയാം അക്കൗണ്ടൻസി, കോർപ്പറേഷൻ, ലോ, ബാങ്കിങ്, ഈ 4 എണ്ണമാണ് ക്ലർക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. ഈ 4 ഭാഗവും ഓരോന്നിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് നോക്കുക. ഇംഗ്ലീഷിൽ എത്ര, മാത്സിൽ എത്ര, ജി കെയിൽ എത്ര. ജി കെയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന പോലെ 8 കിട്ടണമെന്നോ 10 കിട്ടണമെന്നോ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ജി കെ തീരെ അറിയാതെ പോകാനും പറ്റില്ല. അതുകൊണ്ട് ഓരോ ഭാഗവും വിലയിരുത്തി പഠിക്കുക. താങ്ക് യു. ദേവിക പ്ലസ് പോയിന്റിലേക്ക്